മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹ്യൂല ഫെത്വൻ. Momentum Media proudly presents Qatar Canvas in association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ ആദ്യം ഖത്തർ പൾസ്. പ്രവാസികൾക്ക് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഖത്തർ എന്ന് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആഗോളദാതാക്കളായ എക്സ്പാട്രിയേറ്റ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2025 പ്രവാസികൾക്ക് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായും ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 8ാം രാജ്യമായും ഖത്തർ തിരഞ്ഞെടുക്കപ്പെട്ടു. രാഷ്ട്രീയ സ്ഥിരതയും സംഘർഷ സാധ്യതകളും വിലയിരുത്തുന്നതിനുള്ള ആഗോള സമാധാന സൂചിക, കുറ്റകൃത്യങ്ങളുടെ തോത് വിലയിരുത്തുന്നതിനുള്ള ക്രൈം റേറ്റ് സൂചിക, പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത എന്നീ 3 പ്രധാന ഘടകങ്ങൾ ഉപയോഗിച്ച് 128 രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ റിപ്പോർട്ട് വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ, സാമൂഹിക അന്തരീക്ഷം, സ്ത്രീ സുരക്ഷ, ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരായ നിയമപരിരക്ഷകൾ, തൊഴിൽ പങ്കാളിത്തത്തിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള പരിപാടികൾ തുടങ്ങിയവയിലൊക്കെ ഖത്തർ മുൻപന്തിയിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. പുതുവർഷ സമ്മാനമായി സർവീസ് സമയം നീട്ടി ദോഹ മെട്രോ. 2025 ജനുവരി 1 മുതൽ ദോഹ മെട്രോയും ലുസൈൽ ട്രാമും കൂടുതൽ സമയത്തേക്ക് സർവീസ് ദീർഘിപ്പിച്ചു. ശനി മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ പുലർച്ചെ 1 മണി വരെയുമാണ് ഇപ്പോൾ മെട്രോ സർവീസുകൾ നടത്തുന്നത്. ലുസൈൽ ട്രാം ശനിയാഴ്ച മുതൽ വ്യാഴം വരെ പുലർച്ചെ 5 മുതൽ പുലർച്ചെ 1:30 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ പുലർച്ചെ 1:30 വരെയും യാത്രക്കാർക്കായി സർവീസ് നടത്തുന്നു. 2019 മെയ് മാസത്തിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം മെട്രോ ലിങ്ക്, മെട്രോ എക്സ്പ്രസ് പോലുള്ള ഫസ്റ്റ് ലാസ്റ്റ് മൈൽ സർവീസുകളുള്ള ദോഹ മെട്രോയും ലുസൈൽ ട്രാമും ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാന പൊതുഗതാഗത സംവിധാനമായി മാറിയിട്ടുണ്ട്. കൈ നിറയെ സമ്മാനവുമായി ഷോപ്പ് ഖത്തർ ആരംഭിച്ചു. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഉത്സവമായ ഷോപ്പ് ഖത്തറിന് ജനുവരി 1 തുടക്കമായി. കൈനിറയെ സമ്മാനങ്ങളുമായി 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന മേളയിൽ ടെസ്ലയുടെ സൈബർ ട്രക്കാണ് മെഗാ സമ്മാനമായി ലഭിക്കുക. ഇതിനു പുറമെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ 10,000 മുതൽ 1 ലക്ഷം വരെ ക്യാഷ് പ്രൈസ് സമ്മാനമായി ലഭിക്കും. ഖത്തറിലെ ഏറ്റവും വലിയ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ലൈവ് ഷോകൾ, കുടുംബങ്ങൾക്കുള്ള വിനോദ പരിപാടികൾ, വിവിധ ഓഫറുകളും നറുക്കെടുപ്പുകളും വമ്പൻ സമ്മാനങ്ങളുമൊക്കെ ഉൾപ്പെടുന്നു. ഓൾഡ് ദോഹ പോർട്ട് ഈ വർഷത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. പ്രധാനപ്പെട്ട മാളുകളൊക്കെ ഷോപ്പ് ഖത്തറിന്റെ ഭാഗമാവും. പ്ലേസ് വെഞ്ചർ മാളാണ് ഉദ്ഘാടന ചടങ്ങിന് വേദിയായത്. തണുപ്പുകാലം ആഘോഷമാക്കാൻ സീലൈൻ ബീച്ച് സീസൺ. ഈ തണുപ്പുകാലം ആഘോഷമാക്കാൻ പ്രത്യേക സാംസ്കാരിക പരിപാടിയായ സീലൈൻ ബീച്ച് സീസൺ ജനുവരി 3 മുതൽ 27 വരെ നടക്കും. വിസിറ്റ് ഖത്തറിന്റെ കീഴിലാണ് ഇത്തരത്തിൽ ആദ്യമായി ഖത്തറിൽ നടക്കുന്ന പരിപാടി ഒരുങ്ങുന്നത്. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ വെടിക്കെട്ട്, കൺസേർട്ടുകൾ, കാർ ഷോകൾ, തത്സമയ പാചക ഡെമോകൾ എന്നിവയും മറ്റു വിനോദ പരിപാടികളും ഉൾപ്പെടും. 10,000 പേർക്ക് ഒരേ സമയം ആതിഥ്യമരുളാവുന്ന സീലൈൻ ബീച്ച് റോഡിലെ അൽ സിറാബിലാണ് പരിപാടി. വേദിയിൽ ധാരാളം പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രഗത്ഭ അറബ് ഗായകരുടെ സംഗീത പരിപാടികളും അരങ്ങേറും. എല്ലാ വെള്ളിയാഴ്ചകളിലും വെടിക്കെട്ടുണ്ടാവും. ഖത്തർ റേസിംഗ് ക്ലബിന്റെ കാർ ഷോ, ഡ്രോൺ ഷോ, ടെതേർഡ് ബലൂൺ റൈഡുകൾ, കുതിര സവാരി, ഫുഡ് സ്റ്റാളുകൾ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമായി നടക്കും. ഖത്തർ പ്രവാസികൾക്ക് ഇനി തെരഞ്ഞെടുപ്പ് കാലം. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലെ സാംസ്കാരിക സംഘടനയായ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ, സേവന സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറം, കായിക സംഘടനയായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ എന്നിവയിലേക്കുള്ള അടുത്ത 2 വർഷത്തേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എംബസിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഈ സംഘടനകളിൽ അംഗങ്ങളായവർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം. ഈ മാസം 17-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 31-നാണ് വോട്ടെടുപ്പ്. അന്ന് തന്നെ വോട്ടെണ്ണലും നടക്കും. നിലവിൽ 3 കമ്മിറ്റികളുടെയും തലപ്പത്ത് മലയാളികളാണ്. കൂടുതൽ വോട്ടർമാരും മലയാളികൾ തന്നെ. ഓരോ ബോഡിയിലേക്കും ഒരു വനിതയുൾപ്പെടെ 5 പേരെയാണ് വോട്ടിംഗിലൂടെ തിരഞ്ഞെടുക്കേണ്ടത്. ഒരാളെ ഈ ബോഡികൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകൾ തിരഞ്ഞെടുക്കും.
മത്സരരംഗത്തിറങ്ങിയവർ ഇതിനോടകം തന്നെ വ്യക്തികളുടെയും വിവിധ പ്രവാസി കൂട്ടായ്മകളുടെയും പിന്തുണ തേടിയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ വെല്ലുന്ന വോട്ട് ക്യാൻവാസിംഗും പ്രചരണവും അരങ്ങേറും. ചാവക്കാട് പ്രവാസി അസോസിയേഷനും നസീം ഹെൽത്ത് കെയറും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാവക്കാട് പ്രവാസി അസോസിയേഷനും നസീം ഹെൽത്ത് കെയറും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായി. സീനിയർ കാർഡിയോ കൺസൾട്ടന്റ് ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പരിശോധനയും യുണീക്കിന്റെ നേതൃത്വത്തിൽ CPR ട്രെയിനിങ്ങും നടന്നു. CPA പ്രസിഡന്റ് ഖബീർ തെരുവത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗത്തിൽ ഗ്ലോബൽ ചെയർമാൻ അബ്ദുള്ള തെരുവത്ത് ആശംസകൾ അറിയിച്ചു. അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഷാജിൽ ആലിൽ, അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ നാസർ NT, ഷെജി വലിയകത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, നസീം ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് മാനേജർ സന്ദീപ്, സീനിയർ അസോസിയേറ്റ് അഷ്റഫ് CPA, ജനറൽ സെക്രട്ടറി ഷെറിൻ പരപ്പിൽ എന്നിവർ പങ്കെടുത്തു. സംഗീത സാന്ദ്രമായി കുവാക് 24ാം വാർഷികാഘോഷം. കുവാക് തങ്ങളുടെ 24ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. റീജൻസി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത്ത് നന്ദി പ്രകാശിപ്പിച്ചു. IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ്, ട്രഷറർ ആനന്ദ് അജൻ, സ്ഥാപകാംഗം ഭുവൻ രാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂരിന്റെ പൈതൃകം വിളിച്ചോതിയ നൃത്തരൂപത്തിലൂടെ തുടങ്ങിയ ഖൽബിലെ കണ്ണൂർ എന്ന കലാസന്ധ്യയിൽ കുവാക് കുടുംബാംഗങ്ങൾ അണിനിരന്നു. തുടർന്ന് സദസ്സിനെ സംഗീതത്തിന്റെ മാസ്മരികതയിലേക്ക് കൊണ്ടുപോകാൻ കണ്ണൂരിന്റെ സ്വന്തം കണ്ണൂർ ഷെരീഫും യുവഗായക ശ്വേത അശോകും കുവാക്കിന്റെ സ്വന്തം ഗായകരായ ശിവപ്രിയ സുരേഷും റിയാസ് കരിയാടും വേദിയിലെത്തി. നേരത്തെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ദോഹയിലെ ഗായകർക്കായി വോക്കൽ വർക്ക്ഷോപ്പും അരങ്ങേറി. ഗായകരായ കണ്ണൂർ ഷെരീഫും ശ്വേത അശോകും വോക്കൽ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. ബിസിനസ് രസതന്ത്രം ഖത്തറിൽ പ്രകാശിതമായി. ഖത്തറിൽ കമ്പനി ഫോർമേഷൻ, ട്രാൻസ്ലേഷൻ മേഖലയിൽ ശ്രദ്ധേയരായ മവാസിം ബിസിനസ് ഗ്രൂപ്പിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രൂപ്പ് MD ഡോക്ടർ ഷഫീഖ് കോടങ്ങാട് രചിച്ച ബിസിനസ് രസതന്ത്രം എന്ന പുസ്തകം വ്യാഴാഴ്ച ദോഹ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പ്രകാശിതമായി. പ്രകാശിത പുസ്തകം പുതിയ സംരംഭകർക്ക് ഒരു കൈപുസ്തകമായി ഉപയോഗിക്കാനാവുമെന്നും GCC രാജ്യങ്ങളിലെ ബിസിനസ്സുകാർക്ക് ഉപകാരപ്രദമായ പുതിയ കാഴ്ചപ്പാടുകളും രീതികളും പ്രതിപാദിക്കാൻ രചയിതാവ് പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും പുസ്തകം വിലയിരുത്തവെ ഷുഹൈബ് വാഫി അഭിപ്രായപ്പെട്ടു. സുഹൈൽ ഹുദവി പുസ്തകം ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തി. ചടങ്ങിൽ പുസ്തക പ്രകാശനം അഡ്വക്കേറ്റ് ജാഫർ ഖാൻ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ RJ സൂരജിന് നൽകി നിർവഹിച്ചു. ബിസിനസ് അപജയങ്ങളും കേസുകളും പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നിയമപരിജ്ഞാനവും സംരംഭകർക്കുള്ള ഒരു ചെറിയ ഉത്ബോധന ശ്രമവുമാണ് തന്റെ പുസ്തകമെന്നും രചയിതാവും ഗ്രൂപ്പ് MDയുമായ ഡോക്ടർ ഷഫീഖ് കോടങ്ങാട് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ സമീർ മൂപ്പൻ, MOI ഓഫീസർ ഹാഷിം പാവരട്ടി, RJ സൂരജ്, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, മറ്റു സംഘടനാ പ്രതിനിധികൾ, ബിസിനസ് പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിന് സുബൈർ ഹുദവി നന്ദിയും രേഖപ്പെടുത്തി. മികച്ച വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം. ലുലു ലോട്ട് ബർവ മദീനത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. ഖത്തർ നിവാസികൾക്ക് ഒരു പുതുവത്സര സമ്മാനമായി ലുലു ഗ്രൂപ്പ് ലോട്ട് ബർവ മദീനത്തിനയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. ഉപഭോക്താക്കളുടെ വൈവിധ്യമാർന്ന ഷോപ്പിംഗ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലോട്ട് വാല്യൂ ഷോപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ട്രെൻഡി ഫാഷൻ മുതൽ സ്റ്റൈലിഷ് ഫുഡ്വെയർ, ഗംഭീരമായ ആഭരണങ്ങൾ, സ്ത്രീകളുടെ ബാഗുകൾ വരെ സ്റ്റൈലിഷും ട്രെൻഡിലും തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോർ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. കൂടാതെ ഇത് വൈവിധ്യമാർന്ന സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ അതിലേറെയും വാഗ്ദാനം ചെയ്യുന്നു. ലോട്ട് ദി വാല്യൂ ഷോപ്പിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നതാണ്. സ്റ്റോറിലെ മിക്ക ഇനങ്ങൾക്കും 1 റിയാലിനും 19 റിയാലിനും ഇടയിലാണ് വില. ആകർഷത്വം വർദ്ധിപ്പിക്കുന്നതിനായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ട്രെൻഡി വിന്റർ കളക്ഷൻ സ്റ്റോർ അവതരിപ്പിച്ചിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ ഓപ്പറേഷൻസും CSOയുമായ ഗ്രൂപ്പ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽത്താഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നിരവധി വിശിഷ്ടാതിഥികളുടെയും പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും സാന്നിധ്യം ഉദ്ഘാടന ദിവസത്തിന്റെ ഉത്സവാവേശം വർദ്ധിപ്പിച്ചു.
ബർവ മദിനത്തിനയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടിൽ 1000-ലധികം പാർക്കിംഗ് സ്ലോട്ടുകളുള്ള ഈ സ്റ്റോർ എല്ലാ ഉപഭോക്താക്കൾക്കും ഈസി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നു. Momentum Media proudly presents Qatar Canvas. Hi, this is Goodwill Cargo. How can I help you, sir? Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port, US, Europe, Canada, Australia, New Zealand, Far East, Middle East and Africa, Asia. Relocation services, domestic and international, packing and transportation. Call 33774702 44878 www.goodwillcargoqatar.com. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി സ്പോർട്സ് സ്പെക്ടക്കിൾ. ഖത്തറിലെ മുൻനിര ബാഡ്മിന്റൺ അക്കാദമിയായ NVBSന്റെ ആരംഭത്തെക്കുറിച്ചും ഒട്ടനവധി താരങ്ങളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന NVBS അക്കാദമിയുടെ ട്രെയിനറും കോ ഫൗണ്ടേഴ്സുമായ മിസ് ബാനസീർ മനോജും മനോജ് സാഹിബ് ജാനെയും കുറിച്ചുള്ള വിശേഷങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ ചോദിച്ചറിയാം. വെൽക്കം ബാക്ക് ടു ഖത്തർ ക്യാൻവാസ്. താങ്ക് യു നദ. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പൂർണ്ണമാക്കിയിട്ടില്ലായിരുന്നു. ബാഡ്മിൻ്റൻ്റെ ഫ്യൂച്ചർ എന്താണെന്നാണ് നദ ചോദിച്ചത്. അത് നമ്മൾ ജനറലായിട്ടാണ് പറഞ്ഞത്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അതെന്താണെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഓരോ ഓർഗനൈസേഷൻ്റെ ഹെഡിലുള്ള വ്യക്തികളുടെ കയ്യിലാണ് സ്പോർട്സിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കറക്റ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇത് സ്പോർട്സിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കണ്ടുവരുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വന്നു തുടങ്ങി. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ടൂർണമെൻറ്റ്സ്, ഈവൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടൂർണമെൻറ്റ്സ് ആണെങ്കിൽ പോലും അത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാതിരിക്കുകയും എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും കുട്ടികൾ കയറി വന്നോട്ടെ എന്നുള്ള ചിന്തകളുള്ള വ്യക്തികളും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പല കുട്ടികൾക്കും വേണ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ പോകാത്തത് കൊണ്ട് കുട്ടികൾ ഹയർ ലെവലിലോട്ട് കയറി വരാത്തതും അവർക്ക് ഡിസർവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതെ വരുന്നതും. എക്സാമ്പിൾ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ഏതെങ്കിലും സ്പോർട്സ് ആയിക്കോട്ടെ, ഇവർ ടൂർണമെൻറ്റ്സ് കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളാണ് ഓരോ കാറ്റഗറിയിലും കളിക്കുന്നത്. ഇവരെല്ലാവരും എൻട്രി ഫീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ കളിച്ച് ജയിക്കുകയും ഒക്കെ ജയിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ഇവർക്കൊന്നും ഒരു പ്രൈസ് മണി വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല. ഈ പ്രൈസ് മണി കൊടുക്കാത്തത് കൊണ്ടുള്ള പോരായ്മകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ടൂർണമെൻറ്റ് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നതും ട്രെയിനിങ്ങിൽ പോകുന്നതും. ഒരു വീട്ടിൽ 2-3 കുട്ടികളുണ്ട്, സിബ്ലിങ്സ് ഉള്ളവർ ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെല്ലാവരും ബാഡ്മിൻ്റൺ തന്നെ കളിപ്പിക്കുകയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പോർട്സ് കളിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. അത്രയും പൈസ മുടക്കി സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, അവർക്ക് അഡീഷണലായിട്ട് സ്കൂൾ എക്സ്പെൻസ് ഉണ്ട്, ട്രെയിനിങ് എക്സ്പെൻസ് ഉണ്ട്. പോരാതെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഭയങ്കര എക്സ്പെൻസീവാണ് ഓരോ സ്പോർട്സിനും. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു വരുന്ന പേരൻസ് ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ അവർക്ക് ആ വിന്നിങ് പോഡിയത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് അവർക്കൊരു എക്സ്പോഷർ പോലും കൊടുക്കാൻ ഒരു ഹയർ ആയിട്ടുള്ള ഓർഗനൈസേഷന് കഴിഞ്ഞു വരുന്നില്ല. ഇത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. സ്പോൺസർഷിപ്പൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പ്രൈസ് മണി കൊടുക്കാത്തത് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുകയാണ്. പ്രൈസ് മണി കൊടുക്കണം. ഈവൻ അണ്ടർ 9 കാറ്റഗറി ആയാലും അണ്ടർ 19 ആയാലും മെൻ സിംഗിൾസ് ആയാലും മെൻ ഡബിൾസ് ആയാലും ഏതൊരു സ്പോർട്സ് എടുത്ത് ഏതൊരു സ്പോർട്സ് ആക്ടിവിറ്റീസിലുള്ളതായിരുന്നാലും അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൈസ് മണി കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ആ ഒരു സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും കഴിയത്തുള്ളൂ. ഇതോടൊപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. റീസെൻ്റ്ലി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനിലുള്ളൊരു വ്യക്തി എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു സ്പോൺസർഷിപ്പിന് വേണ്ടി. അവരൊരു അത്ലറ്റ് ഈവൻറ്റ് നടത്താൻ പ്ലാനുണ്ട്, നെക്സ്റ്റ് മന്താണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏതൊക്കെ കാറ്റഗറീസാണ് നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞതാണ് അണ്ടർ 6 ഉണ്ട്, അണ്ടർ 17 ഉണ്ട്,
പിന്നെ മെൻസും വുമൻസ് കാറ്റഗറീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 6 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ എങ്ങനെയാണ് 17 ഇയേഴ്സും 15 ഇയേഴ്സുള്ള കുട്ടികളെ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് നോർമലി ഇവിടെ നടക്കുന്നതാണ്, നമ്മൾ പെർമിഷനോട് കൂടിയാണ് നമ്മളിത് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആരാണ് ഈ പെർമിഷൻ തരുന്നത്? ഓഫ് കോഴ്സ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. എനിക്കൊരു ഭയങ്കര ഒരു വിഷമം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈ ഒരു 6 കഴിഞ്ഞുള്ളൊരു കുട്ടി 7 ഇയേഴ്സ് മുതൽ 7 ഇയേഴ്സിലുള്ളൊരു കുട്ടി അണ്ടർ 17 കുട്ടികളെ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? ഇതിൻ്റെ ഇടയ്ക്കുള്ള കാറ്റഗറീസ് എന്തുകൊണ്ട് നിങ്ങൾ വയ്ക്കുന്നില്ല? എന്തുകൊണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ മനസ്സിലാക്കി എടുക്കുന്നില്ല 7 വയസ്സുള്ള കുട്ടി അണ്ടർ 17 കോമ്പീറ്റ് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത്? പേരൻസുകൾ പോവുക, പാർട്ടിസിപ്പേഷൻ ചെയ്യുക, തിരിച്ചു വരിക. കുട്ടികൾ അവരെ സറണ്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ കുട്ടികളെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതൊരു ഫണ്ണുമല്ല. അത്ലറ്റ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ കാറ്റഗറീസ് ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇവർ സറണ്ടർ ആവുകയും ചെയ്യുന്നു. പേരൻസിനോട് പോയി പറയുന്നുമില്ല, നെക്സ്റ്റ് ടൈം ഇവർ അതിലോട്ട് എത്തിപ്പെടുന്നുമില്ല. ഞങ്ങൾക്ക് പോണ്ട മമ്മ പപ്പ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, നമുക്ക് ഇമെയിൽസും വരുന്നുണ്ട്. അപ്പം ഇതേപോലുള്ള കാറ്റഗറീസ് നടത്താൻ വേണ്ടിയും ഈവൻറ്റ്സ് നടത്താൻ വേണ്ടിയും ഹയർ ഒഫീഷ്യൽസ് പെർമിഷൻ ഒരു കാരണവശാലും അതിൻ്റെ ഒരു പോസിറ്റീവ് ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് എത്തിപ്പെടണമെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഇവർ സാങ്ഷൻ കൊടുക്കുകയും അൺഓതറൈസ്ഡായിട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ നടത്തിയെടുത്ത് ആ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്യുന്നുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞത്. ഇത് ഓരോ മുകളിലിരിക്കുന്ന ഹെഡിൻ്റെ കയ്യിലാണ്. അവർ സാങ്ഷൻ കൊടുക്കുക, എങ്ങനെയെങ്കിലും നടത്താതിരിക്കുക, ക്വാളിറ്റിയോടുകൂടി നടത്തുക, എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ മാത്രമേ കുട്ടികൾക്ക് ഒരു സസ്റ്റെയിൻ ചെയ്യാനും ഓരോ കാറ്റഗറിയിൽ ഇവർ പെർഫോം ചെയ്യാനും കഴിയത്തുള്ളൂ. അതേനതാ മനോജ് പറഞ്ഞതുപോലെ റെസ്പെക്റ്റീവ് കാറ്റഗറീസിൽ കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം ഓരോ ഓർഗനൈസേഷനും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം. മാറ്റങ്ങൾ വരേണ്ടിടത്ത് മാറ്റങ്ങൾ വരിക തന്നെ വേണം. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Momentum Media proudly presents Qatar Canvas. Hi, this is Goodwill Cargo. How can I help you, sir? Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port, US, Europe, Canada, Australia, New Zealand, Far East, Middle East and Africa, Asia. Relocation services, domestic and international. Packing and transportation. Call 33774702 44878 www.goodwillcargoqatar.com. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി മെഡ് ചാറ്റ്. ഞാൻ ഡോക്ടർ ബിമൽ വടക്കൂട്ട്. ഞാൻ കിംസ് വക്ര ബ്രാഞ്ചിലെ സ്പെഷ്യലിസ്റ്റ് ഓഫ്താൽമോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി, സൈലൻറ്റ് കില്ലേഴ്സ് ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. കാഴ്ചയുടെ 3 നിശബ്ദ കൊലയാളികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിലാദ്യത്തേത് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചയുടെ ഞരമ്പിനെ, ഒപ്റ്റിക് നെർവിന് ഉണ്ടാകുന്ന ഡാമേജാണ്. അതിനുള്ള പ്രധാനമായ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ, ഐ പ്രഷർ വർദ്ധിച്ച് കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ഈ സൈലൻറ്റ് കില്ലർ, നിശബ്ദ കൊലയാളി എന്ന് പറയാനുള്ള കാരണം ഈ ഗ്ലോക്കോമ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടും വളരെ പ്രയാസകരവും, വളരെ അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ, അതായത് തിരിച്ച് കാഴ്ച കിട്ടാത്ത രീതിയിൽ കാഴ്ച നശിച്ചു പോകുന്ന രോഗാവസ്ഥയാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ആരംഭദശയിൽ തന്നെ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗാവസ്ഥ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ച് അതിനെ പൂർണ്ണമായി നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മുടെ വരുതിയിൽ നിർത്താവുന്നതാണ്. ആർക്കൊക്കെയാണ് ഈ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതൽ? 40 വയസ്സിൽ കൂടുതലുള്ള ഹൈപ്പർ ടെൻഷൻ, BP രോഗമുള്ളവരും ഡയബറ്റിക് രോഗമുള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഷോർട്ട് സൈറ്റ്, മയോപ്പിയ, മൈനസ് പവർ ഉപയോഗിക്കുന്ന ആളുകളും 40 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗ്ലോക്കോമയുടെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനെല്ലാം ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആരംഭദശയിൽ ഞാൻ പറഞ്ഞ പോലെ നിശബ്ദമാണിത്, അതായത് സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവണമെന്നില്ല.
ഗ്ലോക്കോമയുടെ പ്രത്യേകമായ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നതിൽ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരെല്ലാം നേത്രരോഗ വിദഗ്ധനെ കണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൻ്റെ പ്രഷർ, ഐ പ്രഷർ, ടോണോമെട്രിയും ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഹംഫ്രീസ് ഫീൽഡ് അനലൈസർ വെച്ച് കാഴ്ചയുടെ ഫീൽഡ് വിധാനം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റുമുണ്ട്. ഇത് രണ്ടും മസ്റ്റായും, അതുപോലെ OCT എന്ന് പറയുന്ന ടെസ്റ്റും വർഷത്തിലൊരിക്കലെങ്കിലും മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടർ ഉള്ളവർ ചെയ്യേണ്ടതാണ്. കാഴ്ചയുടെ നിശബ്ദ കൊലയാളി, അതായത് സൈലൻറ്റ് കില്ലർ ഓഫ് വിഷനിൽ രണ്ടാമത്തേത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അത് പേര് പറയുന്ന പോലെ തന്നെ ഇത് പ്രമേഹ രോഗമുള്ളവരിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതൽ. ഡയബറ്റീസിൻ്റെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ്റെ കീഴിലാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഈ നിശബ്ദ കൊലയാളിയാവാനുള്ള കാരണം ആരംഭദശയിൽ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ വളരെ പ്രയാസകരവുമാണ്. കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത തുലവും കുറവുമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത് കാഴ്ച നേത്രാന്തര പടലം, അതായത് റെറ്റിന എന്ന് പറയുന്ന കണ്ണിൻ്റെ ഭാഗത്തെയാണ്. അതിലെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനാണ്. കൂടുതൽ കാലം ഡയബറ്റീസ് രോഗികളായിരുന്നവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡയബറ്റീസിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസിൻ്റെ കൂടെ കൊളസ്ട്രോൾ, അതുപോലെ സ്മോക്കിംഗ് വിത്ത് ഡയബറ്റീസ്, ഇവർക്കെല്ലാം ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും, എല്ലാ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് രോഗികളും വർഷത്തിലൊരിക്കലെങ്കിലും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണ് വികസിപ്പിച്ച് കണ്ണിൻ്റെ റെറ്റിന പരിശോധന, OCT ടെസ്റ്റിംഗ് എന്നിവയെല്ലാം, അൾട്രാസൗണ്ട് എന്നിവയെല്ലാം നടത്തേണ്ടതാണ്. അടുത്തതായി കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയിൽ മൂന്നാമത്തേതാണ്. അത് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. കാഴ്ചയുടെ നിശബ്ദ കൊലയാളികളിൽ ആദ്യം പറഞ്ഞ രണ്ടും അഡൽട്സിനെയാണ്, അതായത് മുതിർന്നവരെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുക. ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ ഉണ്ടാകുന്നതിനുള്ളൊരു പ്രധാന കാരണം കാഴ്ച വൈകല്യം നമ്മൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കുക. കുട്ടികളുടെ 2 കണ്ണിലും കാഴ്ചയിൽ വ്യത്യാസമുണ്ടാവുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ കാഴ്ച വൈകല്യം കണ്ടെത്താനുള്ള സാധ്യത കുറവാണ്. 2 കണ്ണും ഉപയോഗിച്ച് കുട്ടികൾ കാഴ്ച കാണുന്നുണ്ടായിരിക്കും, പക്ഷേ ഒരു കണ്ണിന് കാഴ്ച കുറവായിരിക്കും. അപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്യാതെ ആ കണ്ണിൻ്റെ വിഷൻ പൂർണ്ണമായും നശിക്കുന്ന രീതിയിലേക്ക് പോകുന്നതാണ് ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയുന്നത്. 8 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സിന് മുന്നേ ഈ അവസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ എക്സസൈസിലൂടെയും പാച്ചിങ്ങിലൂടെയും എല്ലാം ആ കാഴ്ച നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഇത് കണ്ടെത്താൻ വൈകുകയാണ്. 15-16 വയസ്സൊക്കെ ആയിട്ടാണ് പല കുട്ടികളും വരുന്നത്. അപ്പോൾ അതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന അസുഖത്തെയും നമ്മൾ ഈ നിശബ്ദ കൊലയാളിയുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വിഭാഗം കുട്ടികൾ ഈ കോങ്കണ്ണ് അല്ലെങ്കിൽ സ്ക്വിൻ്റ് ഉള്ള കുട്ടികൾക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾ സിംറ്റംസ് ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും കുട്ടികളെയെല്ലാം വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സ്കൂൾ പോകുന്ന ടൈം തൊട്ട് നമ്മൾ വിഷൻ ഒന്ന് ചെക്ക് ചെയ്യണം, കാഴ്ച ടെസ്റ്റ് ചെയ്യണം. ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് ഡീറ്റെയിൽഡായിട്ട് കണ്ണിൽ മരുന്നെല്ലാം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കതിനെ ആരംഭദശയിൽ തന്നെ പിടിച്ചു കെട്ടാവുന്നതാണ്. ഈ മേൽപ്പറഞ്ഞ രോഗാവസ്ഥയ്ക്കെല്ലാം നമുക്ക് അതിനൂതനമായ ചികിത്സാ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ചികിത്സാ മാർഗ്ഗങ്ങൾക്ക് മുന്നോടിയായി നമുക്കതിൻ്റെ പ്രാരംഭമായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെല്ലാം ലഭ്യമാണ്. കിംസ് വക്ര മെഡിക്കൽ സെൻറ്ററിൽ നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയ HFA, അൾട്രാസൗണ്ട് മെഷീൻ, ടോണോമെട്രിക്, നോൺ കോൺടാക്ട് ടോണോമെട്രി, നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. സോ ആരംഭദശയിൽ ഈ രോഗാവസ്ഥയെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഒരു കൊലയാളിയായി, അതായത് കില്ലറായി പരിണമിക്കുന്നതിന് മുന്നേ നമുക്കതിനെല്ലാം കൺട്രോൾ ചെയ്യാവുന്നതാണ്, പിടിച്ചു കെട്ടാവുന്നതാണ്. നന്ദി, നമസ്കാരം. Momentum Media proudly presents Qatar Canvas. In association with Isuzu Qatar and Christian SVP. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഖത്തറിന്റെ പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.